ഈ വീഡിയോയിൽ നമുക്ക് മനുവിനെ പരിചയപ്പെടാം. ഇത് മനുവിന്റെ മാത്രം കഥയാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ ആയിരിക്കാം. മനുവിന് ഒരു പരാതിയുണ്ട്. മനു പറഞ്ഞത്, "ഡോക്ടറെ, ഞാൻ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. രാത്രി 10 മണിക്ക് കിടക്കും. രാവിലെ 6 മണിക്കാണ് എണീക്കുന്നത്. പക്ഷേ എണീക്കുന്ന സമയത്ത് എനിക്ക് തീരെ ഉന്മേഷമില്ല. ശരീരമാകെ വേദന, തലക്ക് ഒരു ഭാരം പോലെയാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്?" മനുവിനെ പോലെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. 8 മണിക്കൂർ കിടന്നു എന്നുള്ളത് കാരണം മാത്രം നിങ്ങളുടെ ഉറക്കം നല്ലതാവണമെന്നില്ല. ഇവിടെയാണ് ഡീപ്പ് സ്ലീപ്പിന്റെ പ്രാധാന്യം കടന്നു വരുന്നത്. മനു ഉറങ്ങുന്നുണ്ട്, പക്ഷെ മനുവിന് ആവശ്യമുള്ള ഡീപ്പ് സ്ലീപ്പ് അഥവാ ഗാഢനിദ്ര അത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മനുവിന്റെ ബോഡിയിൽ ഹീലിംഗ് നടക്കുന്നില്ല. എന്താണ് ഈ ഡീപ്പ് സ്ലീപ്പ്? അതെങ്ങനെ ശാസ്ത്രീയമായി വർദ്ധിപ്പിക്കാമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണറായിട്ടുള്ള ഡോഫോഡിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഡീപ്പ് സ്ലീപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മളുടെ ഉറക്കം എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലെയല്ല. ഇതിന് കുറേ ഘട്ടങ്ങളുണ്ട്. കുറേ സ്റ്റേജസിലൂടെയാണ് നമ്മളുടെ ഉറക്കം കടന്നു പോകുന്നത്. അതിലൊന്ന് ലൈറ്റ് സ്ലീപ്പാണ്, അതായത് നമ്മൾ മയക്കം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് REM സ്ലീപ്പാണ്, അതായത് നമ്മൾ സ്വപ്നം കാണുന്ന സമയം. മൂന്നാമത്തേതാണ് ഡീപ്പ് സ്ലീപ്പ്. ഇതിൻ്റെ മറ്റൊരു പേര് സ്ലോ വേവ് സ്ലീപ്പ് എന്നും കൂടിയാണ്. ഈ ഒരു സ്റ്റേജ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി സ്ലോ ആവുന്നതും. ഇത്തരത്തിലുള്ള സ്ലോ വേവ്സിനെയാണ് നമ്മൾ ഡെൽറ്റ വേവ്സ് എന്ന് വിളിക്കുന്നത്. ഒരു രാത്രി നമുക്ക് കിട്ടേണ്ടത് ഏകദേശം 13 മുതൽ 23% ഡീപ്പ് സ്ലീപ്പാണ്. അതായത് 8 മണിക്കൂർ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് ഏകദേശം 1 മുതൽ 2 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാലേ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ, ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എത്ര ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് നോക്കാൻ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ സ്ലീപ്പ് അനാലിസിസ് നടത്തേണ്ടതാണ്. സ്ലീപ്പ് സ്റ്റഡി അല്ലെങ്കിൽ സ്ലീപ്പ് അനാലിസിസ് നടത്താൻ ഒരു ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ അവിടെ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബെഡ് മാറി കിടക്കുന്ന കാരണം കൃത്യമായി ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഏകദേശം നിങ്ങൾക്ക് എത്ര ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് നോക്കാൻ ആപ്പിൾ വാച്ചോ ഗാലക്സി വാച്ചോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി എന്തുകൊണ്ടാണ് ഡീപ്പ് സ്ലീപ്പിനെ ഹീലിംഗ് സ്ലീപ്പ് എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം. മനു രാവിലെ എണീക്കുന്ന സമയത്ത് ശരീരം വേദനിക്കുന്നതിൻ്റെ പ്രധാന കാരണം മനുവിന് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നത് കുറയുന്നത് കാരണമാണ്. ഡീപ്പ് സ്ലീപ്പിന്റെ സമയത്താണ് ശരീരം ഗ്രോത്ത് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളുടെ പേശികളുടെ റിപ്പയർ നടക്കുന്നതും മുറിവുകൾ ഉണങ്ങുന്നതും ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതെല്ലാം ഡീപ്പ് സ്ലീപ്പിന്റെ സമയത്താണ്. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഡീപ്പ് സ്ലീപ്പ് തലച്ചോറിലാണ് നടക്കുന്നതെങ്കിലും ഈ റിപ്പയർ പ്രോസസ്സ് കംപ്ലീറ്റ് ബോഡീൻ്റെതാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പകൽ മുഴുവൻ പ്രവർത്തിച്ച് തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ കഴുകിക്കളയുന്ന ഗ്ലിംഫാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഗാഢനിദ്രേൻ്റെ സമയത്താണ്. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ, ടോക്സിൻസും ഫ്രീ റാഡിക്കൽസും ഒക്കെ ബ്രെയിനിൽ കൂടുതൽ കെട്ടി നിൽക്കുമ്പോഴാണ് ആൽസിമേഴ്സ് ഡിസീസും ഡിമെൻഷ്യ പോലത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആൽസിമേഴ്സ് ഡിസീസ് പോലത്തെ രോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് ഡീപ്പ് സ്ലീപ്പ് അത്യാവശ്യം തന്നെയാണ്. ഡീപ്പ് സ്ലീപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയ മനു ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു. ഉറക്കത്തിനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. മനുവിന് ആകപ്പാടെ 30 മിനിറ്റ് മാത്രമേ ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കൂട്ടാൻ മനു പല വഴികളും ശ്രമിച്ചു. ആദ്യം ചെയ്തത് ഹൗ ടു ഗെറ്റ് ഡീപ്പ് സ്ലീപ്പ് ഇൻസ്റ്റൻ്റ്ലി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ്ലി അഥവാ നിമിഷ നേരം കൊണ്ടൊന്നും ഡീപ്പ് സ്ലീപ്പിലേക്ക് കടന്നു പോകാൻ സാധിക്കില്ല. ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഓരോ സ്ലീപ്പ് സ്റ്റേജസും അതിൻ്റെ സൈക്കിൾ പൂർത്തിയാക്കിയിട്ട് മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയുള്ളൂ. സ്ലീപ്പ് ഹിപ്നോസിസും ഡീപ്പ് സ്ലീപ്പ് മ്യൂസിക്കും ബൈനോറൽ ബീറ്റ്സും എന്നിവയൊക്കെ സഹായിക്കുമെന്നാണോ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? ഒരു പരിധിവരെ മനസ്സിനെ ശാന്തമാക്കാൻ ഇതൊക്കെ യൂസ്ഫുൾ ആണ്. പക്ഷേ തലച്ചോറിനെ നിർബന്ധിച്ച് ഡെൽറ്റ വേവ്സിലേക്ക് കൊണ്ടുവരാൻ ഡീപ്പ് സ്ലീപ്പ് മ്യൂസിക്കിനോ പാട്ടുകൾക്കോ സാധിക്കില്ല. ഇനി എന്തുകൊണ്ടാണ് മനുവിൻ്റെ ഡീപ്പ് സ്ലീപ്പ് കുറഞ്ഞു പോയതെന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായിട്ടും 3 വില്ലന്മാരുണ്ട്. ഒന്ന് താപനിലയാണ്. ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ കിടപ്പുമുറിയുടെ താപനില കുറയണം. ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല. രണ്ടാമത്തത് മദ്യമാണ്. പലരും വിചാരിക്കുന്നത് ഒരെണ്ണം അടിച്ചാൽ നല്ലോണം ഉറങ്ങാൻ പറ്റുന്നതാണ്. പക്ഷേ അത് തെറ്റാണ്. മദ്യം പെട്ടെന്ന് നിങ്ങളുടെ ബോധം കെടുത്തും, പക്ഷേ ഡീപ്പ് സ്ലീപ്പിനെ അത് തകർത്ത് കളയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് ലേറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ്. വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ഉടനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരം ദഹന പ്രക്രിയയിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ശരീരത്തിൽ റിപ്പയറിംഗ് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഡീപ്പ് സ്ലീപ്പ് വർദ്ധിപ്പിക്കാൻ മനുവിന് ഞാൻ നൽകിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന് വാം ബാത്തിങ് ഇഫക്റ്റാണ്. കിടക്കുന്നതിന് ഒരു 90 മിനിറ്റ് മുമ്പേ ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇത് ശരീരത്തിനെ ചൂടാക്കാനല്ല, നേരെ മറിച്ച് തണുപ്പിക്കാനാണ് സഹായിക്കുക. അതുപോലെ തന്നെ കിടന്നുറങ്ങുന്ന മുറിയിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ശ്രമിക്കുക. 25 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് ടെമ്പറേച്ചർ കൊണ്ടുവരാൻ എയർ കണ്ടീഷണർ ഉപയോഗിക്കാം. രണ്ടാമത്തത് ചില സപ്ലിമെൻറ്റ്സ് ആണ്.
മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റും മെഗ്നീഷ്യം ത്രിയനേറ്റും ഇതെല്ലാം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡീപ്പ് സ്ലീപ്പ് വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് സഹായിച്ചേക്കാം. മൂന്നാമത്തത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനാണ്. നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള സ്കില്ലാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഡെയിലി 5 മിനിറ്റെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഡീപ്പ് സ്ലീപ്പിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കുന്ന പല സ്റ്റഡീസിലും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി എക്സസൈസ് ചെയ്യാം. കാർഡിയോ എക്സസൈസസും വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസും രണ്ടും ചെയ്യണം. പക്ഷേ ഇതും കിടന്നുറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പേ അല്ല ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ എക്സസൈസ് സെഷൻസ് പൂർത്തിയാക്കേണ്ടതാണ്. പിങ്ക് നോയ്സ് എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ മഴയുടെ ശബ്ദമോ കേട്ടിട്ട് ഉറങ്ങാൻ പോകുന്നത് തലച്ചോറിനെ ഡീപ്പ് സ്ലീപ്പിൽ തുടരാൻ സഹായിക്കുന്ന ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. 2 ആഴ്ച ചിട്ടയായി മനു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്തപ്പോൾ മനുവിൻ്റെ ഡീപ്പ് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പോൾ മനു എഴുന്നേൽക്കുന്നത് ഫ്രഷ് ആയിട്ട് തന്നെയാണ്. സ്മാർട്ട് വാച്ചിൽ ഇപ്പോൾ 30 മിനിറ്റ് അല്ല 1.25 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടത് എത്ര നേരം ഉറങ്ങി എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ പോരാ, എത്ര ആഴത്തിൽ ഉറങ്ങാൻ സാധിച്ചു എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ക്വാണ്ടിറ്റിനെ പോലെ തന്നെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കും മനുവിനെ പോലെ ഇത്തരത്തിലുള്ള ഗാഠനിദ്ര കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടോ? ഉറക്കഗുളികളില്ലാതെ ശാസ്ത്രീയമായ നാച്ചുറലായിട്ടുള്ള വഴികളിലൂടെ ഉറക്കം മെച്ചപ്പെടുത്താൻ തയ്യാറാക്കിയിട്ടുള്ള സ്ലീപ്പ് പ്രോട്ടോകോൾ ടിപ്സ് നിങ്ങളുടെ ഇമെയിലിൽ ലഭിക്കാൻ ലൈക്ക് ബട്ടൻ്റെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ സൈനപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് അഡ്വൈസ് ആണ് വേണ്ടത്, സപ്ലിമെൻ്റ് അഡ്വൈസും പ്രിസ്ക്രിപ്ഷനും ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായി ഡോക്ടേഴ്സുമായി സംസാരിക്കാം. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല. നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡോഫോഡിയിൽ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ dofody.com സന്ദർശിക്കുക. നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്ര മിനിറ്റ് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആരാണ് ഡീപ്പ് സ്ലീപ്പ് ചാമ്പ്യൻ എന്ന്. ഉറക്കത്തിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. സ്ലീപ്പ് വെൽ. ബൈ.